ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഓർത്തെന്ന് വെച്ചാൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി, അതായത് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി, അതായത് ഒരു വാഴപ്പിണ്ടി പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചോറിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ചില വിഭവങ്ങളുണ്ട്. അത് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്തു കാണിക്കാം എന്നുള്ളതാണ് ഈ റെസിപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്ന് നമുക്ക് നോക്കാം. നമുക്കിനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാഴപ്പിണ്ടി വേണം. നമുക്ക് വാഴപ്പിണ്ടി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക അളവൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന തരത്തില് എങ്ങനെയാണെന്നുള്ള വെച്ചത് എടുത്താൽ മതി. കൊത്തി അരിഞ്ഞ് എടുക്കുക, നാര് കളഞ്ഞ് ചെറുതായി കൊത്തി അരിഞ്ഞ് എടുക്കുക. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഏകദേശം 2 കപ്പോളം വരും. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ പകുതി, അല്ലാതെ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ കൈക്ക് 3 പിടി എന്നുള്ള രീതിയിൽ എടുക്കുക. പിന്നെ തൈര് വേണം, നല്ല പുളിയുള്ള തൈര്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നല്ല കട്ട തൈരാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളി, പച്ചമുളക്. ഉള്ളി ഞാൻ കടുക് വറുക്കാൻ വേണ്ടിയിട്ടും ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഇതിന് അരയ്ക്കാൻ വേണ്ടിയിട്ടും പച്ചമുളക് എരിവിനനുസരിച്ച് ഞാൻ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉപ്പ് വേണം, ജീരകം വേണം. ജീരകം ഏകദേശം 1 ടീസ്പൂണോളം ജീരകം, കടുക് വറുക്കാൻ ആവശ്യമായ കടുക്. പിന്നെ കറിവേപ്പില, ഞാനിത് കറിവേപ്പില കഴുകി ഉണക്കിയ കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. വറ്റൽമുളക്. പിന്നെ നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ. പിന്നെ ഓബിയസ്ലി നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ വാഴപ്പിണ്ടി പച്ചടിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വാഴത്തഴ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം. അത് വേവാൻ ആവശ്യമുള്ള വെള്ളം എന്ന് പറയുമ്പം വാഴത്തഴയുടെ താഴെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതിനകത്ത് പിടിക്കാനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിടാം, പിന്നെ നമുക്ക് ലാസ്റ്റ് ഉപ്പ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ അടച്ചു വെക്കാം. ഇത് അടച്ച് അതിൽ നിന്ന് വെന്തോട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക്, 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ ജീരകം, ഒരു ടീസ്പൂൺ ജീരകം, 2 അല്ലി ഉള്ളി. ഇത്രയാണ്. ഇത് നമുക്ക് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പൊ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇതുകൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഒരുപാട് നമുക്ക് വേവിക്കണ്ട. സ്റ്റൗ ഓഫ് ചെയ്തിട്ടും ഇച്ചിരി വെയിറ്റ് ചെയ്യണം. കാരണം പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കൽച്ചട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കൽച്ചട്ടിയിൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചൂട് ഞാൻ ഓഫ് ചെയ്തിട്ട് കണ്ട തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഇതിനെ ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇറക്കി വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. അപ്പൊ കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വാഴപ്പിണ്ടി പച്ചടിയിൽ അതിനകത്ത് നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇത് വേണമെങ്കിൽ എണ്ണ ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇച്ചിരി ഒന്ന് കടുകും കൂടെ വറുക്കാൻ പോവുകയാണ്. മതി, കുറച്ച് എണ്ണ മതി. വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് പിച്ചിയിടാം. ഉള്ളി ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി. നന്നായിട്ട് ഈ ചെറിയ ഉള്ളി ഒന്ന് മൊരിഞ്ഞു വരട്ടെ. നമ്മുടെ വാഴപ്പിണ്ടി ഏകദേശം തണുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് തൈര് ഒഴിക്കാം. ചൂടോടെ തൈര് ഒഴിക്കരുത്, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒഴിക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞു. ഇതിനകത്തേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില. അപ്പോൾ കടുകും പൊട്ടി. ഇനി ഇതിന് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ നന്നായിട്ട് കാണുന്നതിന് വേണ്ടി അടുപ്പിന്റെ മുകളിലേക്ക് വെച്ചതേ ഉള്ളൂ. അപ്പൊ തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വാഴത്തട പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചോറിനോടൊപ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഴിയുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഈസി ആയിട്ടുള്ള എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.